സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവങ്ങളൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് അനീഷിനെ ചതിച്ചോ, അല്ല ഷാനവാസ് ആദിലയുടെയും നൂറയുടെയും വാല് വീണ്ടുമായോ, അവരുടെ ഭാഗത്ത് കൂടിയോ എന്നുള്ള ഒരു സംശയം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ചില ആൾക്കാരൊക്കെ ഷാനവാസിനോട് വിരോധമുള്ളവരും അനീഷിനോട് വിരോധമുള്ളവരും അവർ പൊങ്ങി വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ എന്ന് പറഞ്ഞ് അതിനെതിരെ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷാനവാസ് അനീഷിനെ പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുത്തലുമില്ല. അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഷാനവാസ് പറയുന്നത് ഇതാണ്: ഈ നിർണായക ഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്നത് അനീഷ് മാത്രമാണ്. ഇനി അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, അവൻ ഇനി വിന്നറായാൽ പോലും എനിക്കൊരു കുഴപ്പവുമില്ല. അതായത് അനീഷിനെതിരെ ഞാൻ കളിക്കില്ല, അനീഷിനോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം അനീഷ് എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. ഇത്രയും ആൾക്കാർ എന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ കൂടെ നിന്നിരിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു സ്നേഹ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ആദ്യം വന്നപ്പോഴേ അനീഷിനെതിരെ ഒരുപാട് പേര് അനീഷ് ശരിയല്ല, അനീഷ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയുകയാണ്: ഈ അനീഷ് ആയാലും ഷാനവാസ് ആയി കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും നല്ലൊരു മനുഷ്യരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെയുള്ളവരെ പോലെ പുഴുക്കുത്തുകളോ അല്ലെങ്കിൽ അക്ബറിനെ പോലെ വളരെ നീചമായിട്ട് സംസാരിക്കുന്നത് പോലെയോ ആദിലയെ പോലെ ഭയങ്കരമായിട്ട് പക മനസ്സിൽ സൂക്ഷിക്കുന്നതോ ഒന്നുമല്ല ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ അനീഷും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കൂടെ തന്നെയാണ് ലാലേട്ടൻ വരെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ അകത്ത് ശരിക്ക് തേച്ചൊട്ടിച്ചത് ആദില നൂറയിലെ ആദിലയെ തന്നെയാണ് എന്നാണ് ഇപ്പോഴും കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദിലയായിരിക്കും പുറത്തു പോവുക, ഇല്ലെങ്കിൽ നിവിനും ഇനി പുറത്തു പോകുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദില നൂറമാർ ഇതെടുത്തിട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് നിവിനോടുള്ള അടങ്ങാത്ത ആനപ്പക തന്നെയാണ്. അതിന്ന് മുൻ മത്സരാർത്ഥിയായ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെവിൻ ആദില നൂറമാരെ പിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പകയാണ് ഇവർ തീർത്തത്. ആ ഒരു പക ഇവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ആനപ്പകയാണ് ഇത്രയും പ്രശ്നങ്ങളാക്കിയത്. പക്ഷെ അവിടെയുള്ള ഒരു മണ്ണുണ്ണിമാർക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അക്ബറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ല അവനൊന്നും. അവനൊക്കെ ഇന്നലെ തന്നെ അവൻ്റെയൊക്കെ സ്വഭാവം നമ്മൾ ഏകദേശം കണ്ടിരിക്കുകയാണ്. അതായത് അക്ബർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ്, അയാൾ അപ്പുറത്തും ഇപ്പുറത്തും കുത്താനല്ലാതെ അയാൾ വേറെ ഒന്നിനും അയാളുടെ ഈ ഒരു ഗെയിം ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്. അയാൾ ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നല്ല ഉയർന്നു വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. പക്ഷെ അയാൾക്ക് ഇനി ഉയരാൻ കഴിയില്ല. അത്രത്തോളം അയാൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നും വെറുപ്പോട് കൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് ആയാലും അനീഷ് ആയാലും അവരുടെ കൂടെ നിന്ന അനുമോളായാലും പിന്നെന്ന് പറഞ്ഞ ജിഷിനായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം ഒരു സങ്കീർണകരമായ ഘട്ടത്തിലൂടെ പോകുമ്പോഴേ അനീഷ് എന്ന് പറയുന്ന ഒരു ചങ്കും കൂടി അവിടെ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഷാനവാസ് അടി തെറ്റിയേക്കാമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അന്ന് അനീഷും ഷാനവാസും അതുപോലെ ഷാനവാസിനെ കൊണ്ട് അവർ ചെയ്യിച്ച വൃത്തികേടുകൾ മുഴുവൻ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണന അവർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ തങ്ങളുടെ കൂടെയുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നുള്ളൊരു പരിഗണന ആ വീട്ടിൽ കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കാതെ വെളിയിൽ നിന്നും വന്ന ഏതോ ഒരുത്തൻ ഷാനവാസിന്റെ രക്തം തന്നെയാണ്. അവൻ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഷാനവാസിനെ അടിതെറ്റിക്കാൻ തറപറ്റിക്കാൻ തന്നെ വന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തന്റെ ഭാഗത്താണ് ഇവരൊക്കെ നിന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ കൃത്യമായിട്ട് അന്ന് ഗെയിം കളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ബിഗ് ബോസിന്റെ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇപ്പോഴത്തെ ഒരു സീസൺ ഉണ്ടല്ലോ, വേറെ ലെവലിൽ പോകുമായിരുന്നു. പക്ഷേ ഒരാൾ പോലും അതിനെതിരെ പ്രതികരിക്കാനുണ്ടായിട്ടില്ല. അയാൾ കാണിച്ച വൃത്തികേടുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ടോയ്ലറ്റിൽ നിന്ന് പോലും വേസ്റ്റ് പേപ്പർ കൊണ്ടുവന്ന് നമ്മുടെ എല്ലാം അതായത് അവശിഷ്ടങ്ങൾ തുടക്കുന്ന സാധനങ്ങൾ വരെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ വരെ വിതറിയപ്പോഴും അവിടെയുള്ള ഒരു വാഴകൾ പോലും സംസാരിച്ചിട്ടില്ല. ഇതിനെതിരെയൊക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ പ്രതികരിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്ബറും ടീമും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കയറി വന്ന ലക്ഷ്മി വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അടിതെറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത് എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. പിന്നെന്ന് പറഞ്ഞ റെന ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടി ഔട്ടാകുക തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഓവർ തന്നെയായിരുന്നു.
അതായത് അവിടെ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ രന ഫാത്തിമയെ അവിടെ ഇത്രയും ദിവസം നിർത്തിക്കാൻ പാടില്ലായിരുന്നു. രന ഫാത്തിമ കൊടുക്കുന്ന ചില മെസ്സേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറപ്പ് തോന്നുകയാണ്. എന്തൊക്കെയാണ് ആ കുട്ടി പറയുന്നത്, എന്തൊക്കെയാണ് വണ്ടിയിൽ കിടന്ന് ഞാനും കാമുകനും അതാണ് ഇതാണ് എന്തൊക്കെയാ പറയുന്നത്, അതിന് തന്നെ അറിയില്ല എന്നുള്ളതാണ്. 19 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തോ ഒരു മാസ് കാണിക്കണം എന്നുള്ള തരത്തിൽ ഇവിടെ അങ്ങനെ കളിച്ചാൽ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ, അങ്ങനെ കാണിച്ചാൽ മാത്രമേ ആൾക്കാർ തന്നെ ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കുന്നതല്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരിക്കലും ഒരു കുടുംബ പ്രേക്ഷകരുള്ള ഈ ഷോയിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും വിളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞ കുടുംബ പ്രേക്ഷകരുടെ ഷോ തന്നെയാണ്, ഇനി എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്ത സീസൺ ആക്കിയത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ്. ചിലർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അത് നമ്മൾ കാണുന്നതാണ്. അതായത് അവിടെ ചിലരോട് കാണിക്കുന്ന ബിഗ് ബോസിനുള്ള ചില സ്നേഹങ്ങളുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ചില ആൾക്കാരോട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല, എല്ലാ കാര്യത്തിലും ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇന്നലെ ഷാനവാസും അതുപോലെ ആദില നൂറമാറും സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം, എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ തലയിൽ വെക്കും, അതൊരു പുതിയൊരു അടവാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആദിലയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്തു വരണം. ഇതിൽ നിന്നും പുറത്തു വന്നിട്ട് ഇപ്പോൾ കട്ട നെഗറ്റീവാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ആദില നൂറമാരുടെ കരച്ചിൽ സ്റ്റാൻഡൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നത് അവർക്കാരോ ക്ലാസ് വരെ എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടും ഇതുപോലെ നീങ്ങണം, ഇന്ന സൈഡിലൂടെ നീങ്ങണം, ഇന്നത് മാത്രമേ പറയാതൂ എന്നൊക്കെ ആരോ ക്ലാസ് കൊടുത്തതുപോലെയാണ്. ഏതായാലും റിയാസ് വന്നതിനോട് കൂടിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. റിയാസ് വന്നതോട് കൂടിയിട്ട് അത് ഏതായാലും ആ ഒരു സ്നേഹം ജനങ്ങളുടെ മനസ്സിൽ നിന്നും കളയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു നന്ദി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറമാർക്ക് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് കയറി വരണം. പക്ഷെ അതിന് മുന്നേ തന്നെ ആദില ഔട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ലാലേട്ടൻ്റെ വായിൽ നിന്നും കൃത്യമായിട്ട് കേൾക്കാൻ പോകുന്നത് ആദില തന്നെയാണ്. ഈ എപ്പിസോഡായാലും അതുപോലെ ലൈവ് ആയാലും കണ്ട എല്ലാവർക്കും അറിയാം ആദില കളിച്ച ഒരു ഗെയിം തന്നെയാണിത്. അത് പക്ഷേങ്കിൽ ഒരു പകയോടുകൂടി കാണിച്ചതാണ്. അത് കൃത്യമായിട്ട് ഷാനവാസിന്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണ്. ഇനിയിപ്പോൾ ഷാനവാസിന്റെ ഭാഗത്ത് ആരായി കഴിഞ്ഞാലും പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞോ, എനിക്കൊന്നും അറിയില്ല, അതാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനോട് ഞാൻ പറയട്ടെ എനിക്ക് എന്ത് പറയാം എന്ന് വേണമെങ്കിൽ വരെ ചോദിക്കാം. പക്ഷെ അവർ പറഞ്ഞു, അവർ തന്നെ പെട്ടിരിക്കുകയാണ് ഇപ്പോഴേ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അവിടെ കാണിക്കുന്ന വൃത്തികേടുകൾ നമ്മളൊരു പരിധിവരെയൊക്കെ കണ്ടതാണ്. അതായത് അവിടെയൊക്കെ ചില ആൾക്കാരൊക്കെ കാണിക്കുന്നത്, ഇനിയിപ്പോൾ ഇവനായാലും ശരി വേറെ ആരായാലും ശരി, അവിടെ കാണിച്ചത് നമ്മൾ കുറച്ചൊക്കെ ലൈവിൽ ആടിയൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്, കണ്ടവർക്കൊക്കെ അറിയാം. അത് പിന്നെ ഷാനവാസാണ് തീരുമാനിക്കേണ്ടത് അത് ഏത് തരത്തിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, ഏത് തരത്തിലാണ് തൊട്ടിരിക്കുന്നത് എന്നൊക്കെ. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവരുടെ എല്ലാം തൊട്ടിത്തരം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇന്ന് ഷാനവാസിന് കിട്ടും. ഷാനവാസിന് ഒരിക്കലും ബിഗ് ബോസ് ഇറക്കി വിടത്തില്ല. ഇനി ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസ് വിടില്ല. കാരണം എന്താ വെച്ചാൽ ഷാനവാസിന്റെ കയ്യിൽ തന്നെയാണ് മുഴുവൻ ന്യായങ്ങളും എന്നുള്ളതാണ്. അതുപോലെ ജനങ്ങളും പ്രേക്ഷകരും ഷാനവാസിന്റെ കൂടെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.